ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട്. എന്നിട്ടും നമ്മുടെ ശരീരത്തിന് ക്ഷീണം വരിക, ശരീരം വല്ലാണ്ട് ക്ഷീണിക്കുക. സാധാരണഗതിയിൽ രാത്രി എഴുന്നേറ്റ് യൂറിൻ പാസ് ചെയ്യാൻ പോവുകയും തിരിച്ചു വന്ന് വെള്ളം കുടിച്ച് കിടക്കുകയും ചെയ്യും. ഇത് പതിവിൽ കൂടുതലാകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ഡയബറ്റീസിന്റെ ഒരു ലക്ഷണമാക്കി കണക്കാക്കാം. ആദ്യം ഷുഗറിന്റെ ലെവൽ ബ്ലഡിലാണ് കൂടുന്നത്. അപ്പോൾ ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് ബ്ലഡ് ഷുഗർ ലെവൽസ് നോക്കുന്നതായിരിക്കും. പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ് ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെയേറെ കാണപ്പെടുന്ന ഒരു അസുഖമാണ് പ്രമേഹം. പ്രമേഹത്തിന് കുറേയേറെ ലക്ഷണങ്ങളുണ്ട്. എന്നാൽ ചില ലക്ഷണങ്ങൾ കാണിക്കുന്നത് പ്രമേഹത്തിൻ്റെ ട്രേഡ് മാർക്ക് എന്ന് പറയുന്ന പോലെ പിൻ പോയിന്റ് ചെയ്യുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട്. അവയെ നമ്മൾ ഒരു പീസിൻ്റെ ലാംഗ്വേജ് അല്ലെ, 4 Ps അല്ലെങ്കിൽ 5 Ps എന്ന് പറയും. പോളിഫേജിയ, പോളിഡിപ്സിയ, പോളിയൂറിയ, പ്രൂറൈറ്റിസ് ആൻഡ് വെയിറ്റ് ലോസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അതിൽ പോളിഡിപ്സിയ എന്ന് വെച്ചാൽ അമിതമായ വെള്ളദാഹം തോന്നുക. പോളിയൂറിയ അമിതമായി മൂത്രം പോവുക എന്നുള്ളതാണ്. പോളിഫേജിയ അമിതമായ വിശപ്പും. പിന്നെ പ്രൂറൈറ്റിസ് നമുക്കറിയാം, സ്കിന്നിൽ വരുന്ന മാറ്റങ്ങളാണ്. ചൊറിച്ചിലിൽ തുടങ്ങി ചിലപ്പോൾ പൊട്ടിയിട്ടത് പൊറുക്കാണ്ടാവുക, ഈ അവസ്ഥയിലെത്തും. ഇതുകൂടാതെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട്. എന്നിട്ടും നമ്മുടെ ശരീരത്തിന് ക്ഷീണം വരിക, ശരീരം വല്ലാണ്ട് ക്ഷീണിക്കുക. അപ്പോൾ ഈ 5 ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ ഡയബറ്റീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പലപ്പോഴും ഏജ് കൂടുന്തോറും നമ്മൾ ഭക്ഷണം കുറച്ചേക്കാം, അസുഖങ്ങളൊന്നും വരണ്ട എന്ന് പറഞ്ഞ് ഫുഡ് നിയന്ത്രിക്കുമായിരിക്കാം. നമ്മൾ കാണുമ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ഉണ്ടാവുന്നു, അപ്പോൾ നമ്മൾ ഫുഡ് നിയന്ത്രിച്ചുകൊണ്ടായിരിക്കും ഈ വെയിറ്റ് ലോസ് എന്ന് വിചാരിക്കും. പിന്നെ വിത്ത് ഏജ് പലപ്പോഴും യൂറിൻ കൺട്രോൾ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട്, അതുകൊണ്ടായിരിക്കാം വീണ്ടും എപ്പോഴും യൂറിന് പോകാൻ തോന്നുന്നു എന്നൊക്കെ നമ്മൾ അങ്ങനെ ധാരണകളിൽ നമ്മൾ മൂവ് ചെയ്തെന്നിരിക്കാം. പക്ഷെ എങ്ങനെയാണ് നമ്മളിത് റെക്കഗ്നൈസ് ചെയ്യുക? അതായത് ഒരു വ്യക്തി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ ശീലങ്ങളാണല്ലേ, ഉറങ്ങിക്കിടന്നാൽ രാത്രി നമ്മൾ 1 പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യമോ ഒന്ന് ടോയ്ലറ്റിൽ പോകാനായിട്ട്, ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ എഴുന്നേക്കും. പക്ഷേ ഡയബറ്റീസ് ആയി തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഒരാൾക്ക് ഡയബറ്റീസിൻ്റെ തുടക്കമുണ്ടെങ്കിൽ നമുക്കറിയാം, ആ വ്യക്തിക്ക് തന്നെ അറിയാൻ പറ്റും, പതിവിൽ കൂടുതൽ പ്രാവശ്യം സാധാരണഗതിയിൽ രാത്രി എഴുന്നേറ്റ് യൂറിൻ പാസ് ചെയ്യാൻ പോവുകയും തിരിച്ചു വന്ന് വെള്ളം കുടിച്ച് കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇത് പതിവിൽ കൂടുതലാകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ഡയബറ്റീസിൻ്റെ ഒരു ലക്ഷണമാക്കി കണക്കാക്കാം. അപ്പം കൂടുതൽ മൂത്രം പോകുന്നതുകൊണ്ടാണ് എനിക്ക് ദാഹം കൂടുതൽ എന്നും പലപ്പോഴും ഇൻഫർ ചെയ്യാറുണ്ട്. ഇതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധം അടുപ്പിച്ചടുപ്പിച്ച് വിശപ്പ് തോന്നും, അല്ലെങ്കിൽ ക്ഷീണം തോന്നും. അപ്പം നമ്മളതനുസരിച്ച് ഭക്ഷണം കഴിക്കും. പക്ഷേ ഈ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ കാണുന്നില്ല, അല്ലെങ്കിൽ ശരീരം അതനുസൃതമായിട്ട് ക്ഷീണിച്ച് വരുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട ആദ്യത്തെ ടെസ്റ്റുകൾ എന്ന് വെച്ചാൽ, നമ്മൾ സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയാം, യൂറിൻ ടെസ്റ്റ് ചെയ്യും, യൂറിൻ ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കും. പക്ഷെ പലപ്പോഴും യൂറിനിൽ ഷുഗറിൻ്റെ അളവ് വരുന്നത് ഡയബറ്റീസ് ഒരു ലെവലിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ മാത്രമാണ്. ആദ്യം ഷുഗറിൻ്റെ ലെവൽ ബ്ലഡിലാണ് കൂടുന്നത്. അപ്പോൾ ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് ബ്ലഡ് ഷുഗർ ലെവൽസ് നോക്കുന്നതായിരിക്കും. ആദ്യം പോയി ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ആ ലെവൽസിൽ വല്ലാത്ത ഒരു റൈസ് ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് നോക്കി അത് ഡയബറ്റീസ് ആണോ അല്ലയോ എന്ന് കൺഫേം ചെയ്ത് അതിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യേണ്ടതാണ്.